ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മമ്മി ഉണ്ടാക്കിയ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായ സ്റ്റൂ ആണ്. ബീഫ് കൊണ്ടോ അല്ലെങ്കിൽ മട്ടൺ കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളരെ സ്പെഷ്യലാണ്, കാരണം ഇത് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ തീർന്നു നോക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് 750 ഗ്രാമോളം ബീഫ് ചെറിയ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ അല്പം മാത്രമേ നെയ്യും അതുപോലെ എല്ലും കഷ്ണമൊക്കെ പാടുള്ളൂ. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 5 ഏലക്ക, 2 കറുകപ്പട്ട, അതേപോലെ തന്നെ 4-5 കുരുമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 5-6 വിസൽ, 5 വിസൽ വന്നേ മതിയായിരിക്കും. ഇനി വിസലെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിക്കഴിഞ്ഞ ശേഷം ഒരു ഇറച്ചി പാകമായെന്ന് നോക്കുക. ജസ്റ്റ് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി നോക്കുക. അപ്പോൾ വിട്ടു പോകണമെങ്കിൽ അതാണ് ശരിക്കും പാകം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങ് കാരണം ഒരു 7 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചതാണ്. കുക്കറിലേക്ക് ഇടുമ്പോഴേക്കും 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഉപ്പിനേക്കാൾ കൂടുതൽ ഉപ്പ് എടുത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു വിസിൽ വന്നാൽ മതി. വിസിലെല്ലാം പോയി കഴിഞ്ഞ ശേഷം കുക്കർ തുറന്ന് മറ്റൊരു പാത്രത്തിൽ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം മതി കേട്ടോ, അതിലേക്ക് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തൊലി പൊക്കോളും ചെയ്തോളും. അതുപോലെ തന്നെ അധികം വെന്ത് പോകത്തുമില്ല. അപ്പോൾ ഉപ്പ് കൂടുതലിടാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കുറേ നേരം നമ്മുടെ കറിയിൽ അത് ഇടുന്നില്ല. ഈ സ്റ്റൂ ഉണ്ടാക്കുമ്പോഴേക്കും കൂടുതൽ നേരം ഇടുന്നില്ല. അപ്പോൾ ഉപ്പ് ഇപ്പോഴേ പിടിക്കത്തുള്ളൂ. ഇനി തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഈ ഒരു കനത്തിൽ നമ്മൾ ക്യാരറ്റ് അരിയുക. അതുപോലെ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരല്പം വലിപ്പത്തിൽ അരിയണമെങ്കിൽ നല്ലതായിരിക്കും. ഇനി വേണ്ടത് തേങ്ങാപ്പാൽ. 3 തേങ്ങയുടെയാണ്. തേങ്ങയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ടേസ്റ്റും അതനുസരിച്ച് കൂടും കേട്ടോ. നമ്മുടെ പാത്രം ഏതാണോ അതിൽ അടപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടാക്കുമ്പോഴേക്കും നെയ്യ് ഒഴിച്ച് അതിൽ കശുവണ്ടിയും അതേപോലെ കിസ്മിസും നന്നായി വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 6 പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് ഇളക്കാം. ഒപ്പം തന്നെ അതിലേക്ക് ഒരല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടതും, അതുപോലെ തന്നെ 3-4 സവാള. ഇടത്തന്നെ സവാളയാണെങ്കിൽ 4 എടുക്കണം. അതല്ല വലിയ സവാള ആണെങ്കിൽ 3 മതി. അപ്പോൾ അത് നേരത്തതായിട്ട് അരിയണം. അതുപോലെ കനം കുറഞ്ഞ് നീളത്തിലാണ് അരിയാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കണമെങ്കിൽ പെട്ടെന്നത് വഴറ്റി കിട്ടും. ഇപ്പോൾ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് ആയിട്ടില്ല. അപ്പോൾ ഒരല്പം നെയ്യ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നമ്മുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സവാള നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുക. നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഇറച്ചിയില്ലേ, അപ്പോൾ ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് കൂടാതെ ഒരു 5 ഏലക്ക, 5-6 കുരുമുളക്, അതുപോലെ 2 പട്ട, ഇതെല്ലാം കൂടി നന്നായി ചതച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്പം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇറച്ചി ചേർത്തുടനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഒരല്പം ഒന്ന് ഇറച്ചി ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി വഴറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർക്കുക. മസാലപ്പൊടി ചേർത്തതിന് ശേഷം അപ്പം തന്നെ ഒരല്പം നെയ്യ് കൂടി ചേർക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാൽ ഒഴിക്കുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഒരല്പം കൂടി കൂടുതൽ ഒഴിക്കാനായിട്ടാണ്. ഇനി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് മാറും. ഇത് 1-ാം പാൽ ഒഴിക്കുമ്പോഴേക്കും ശരിയായിക്കോളും. ഇനി ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക. നമ്മൾ ഇറച്ചിക്കൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, എങ്കിലും തേങ്ങാപ്പാലിന് ഒരല്പം ഉപ്പ് ഉണ്ടാകണമെന്ന്. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് മാത്രം ചേർക്കുക കേട്ടോ. കാരണം ക്യാരറ്റും ഉരുളക്കിഴങ്ങിനൊക്കെ ഉപ്പിട്ട് തന്നെ വേവിച്ചാണത്. ഒരല്പം കൂടുതൽ ഉപ്പിട്ട് തന്നെ വേവിച്ചാണത്. അതാണ് നല്ല ഉപ്പുണ്ടായിരിക്കും, ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പയ്യെ വേണം ഇളക്കാനായിട്ട്. ഒപ്പം തന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും കൂടി അതിലേക്ക് ചേർത്ത് പയ്യെ വേണം കേട്ടോ ഇളക്കാനായിട്ട്. കാരണം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് വളരെ പയ്യെ വേണം ഇളക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റോളം ചെറിയ തീയിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് ചെറുതായിട്ട് ഒന്ന് പാല് കുറുകി വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ആവി വരണം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. ഈ ആവി വരുന്നതാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യണം. അതല്ല എങ്കിൽ പെട്ടെന്ന് പാല്
പിരിഞ്ഞു പോകും. അപ്പോൾ അപ്പത്തിൻ്റെ കൂടിയും അതുപോലെ തന്നെ ബ്രെഡിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ് സ്റ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ ബീഫ് ഇല്ലെങ്കിൽ മട്ടനിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ മട്ടനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ വെജിറ്റബിളായിട്ടും മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഈ പച്ചപ്പട്ടാണി വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ അതൊന്ന് വേവിച്ചതിന് ശേഷം അതൊന്നും കൂടി ചേർക്കുക. ഇനി നമുക്ക് പാലിൻ്റെ തിക്നെസ് വളരെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 സ്പൂൺ മൈദ ഒരല്പം 2-3 സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് കുറുക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ തിക്നെസ് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.